ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു പോർക്ക് റോസ്റ്റ് റെസിപ്പി നോക്കാം. ഓക്കെ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലോട്ട് നമ്മൾ ആദ്യമേ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും ഗ്രീൻ ചില്ലിയും കൂടി ഇടുക. അതിന് ഞാൻ ഇവിടെ 2 സവാള 2 ഗ്രീൻ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ശകലം ഗരം മസാല ആൻഡ് ശകലം പെപ്പർ എന്നിവയാണ് ചേർത്തിരിക്കുന്നത്. അതിലോട്ട് ശകലം ഒന്ന് തിരുമ്മിയതിന് ശേഷം ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, 1 തണ്ട് കരിവേപ്പില, ഇതെല്ലാം ചേർത്ത് നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് ആവശ്യത്തിനോട്ടുള്ള വെള്ളവും വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കാൻ വെക്കുക. എൻ്റെ കുക്കറിൽ ഞാൻ 6 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് അടുപ്പിക്കാൻ നല്ലോണം വേവണമെന്ന് മാത്രമേ ഉള്ളൂ. വെന്തതിന് ശേഷം നമ്മൾ ആവി പോയി നോക്കി കുക്കർ തുറന്ന് നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് കാണാം നമുക്ക് നെയ്യും വെള്ളവും വിട്ട് വന്നിട്ടുണ്ടോ. ഞാൻ അതേ നെയ്യും വെള്ളവും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ബാക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കരിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിത് വേവിച്ച് വെച്ച പോർക്കും കൂടി ഇട്ട് ഇതിൻ്റെ നല്ലോണം ഇളക്കുക. അതിനുശേഷം ശകലം പെരുംജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഒന്നുകൂടി ഇട്ടിട്ട് ശരിക്കും വഴറ്റിയെടുക്കുക. ഒരു 10-25 മിനിറ്റെങ്കിലും വഴറ്റണം. നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. ശരിക്കും വരട്ടി നമ്മൾ ശരിക്കും റോസ്റ്റാക്കി നല്ലൊരു ഗ്രേവി പോയി നല്ല ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അങ്ങനെ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി.